ഈ സെഷൻ നമുക്ക് അടുത്ത ഫോട്ടോ സെഷൻ ഇനി പാട്ട് പാടാനായിട്ട് സജീവും കുറച്ച് പേരൊക്കെ ഉണ്ട്. അത് ഉണ്ണി സെഷൻ ഒരു മൂന്ന് ഈ ഫോട്ടോ എടുത്തതിന് ശേഷം വോട്ട് ഓഫ് താങ്ക്സിന് പറയാനായിട്ട് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജഗത്ത് സുഹൃത്തുക്കളുണ്ട്. ഈ അതായത് അജാസോട് പറഞ്ഞത് ഇരാനിലെ ആളുകൾ ഒന്നിനെ കുറയില്ലായിരുന്നു. ഈ മഴക്കാലം ആയതുകൊണ്ടായിരുന്നു. പ്രത്യേകിച്ച് പല വീട്ടിലും കുട്ടികളെ നമ്മളെ വിടുന്നില്ല, വയസ്സായ ആൾക്കാരെ ദൂരത്തേക്ക് വിടുന്നില്ല. അയാൾ അതാണ് കഴിഞ്ഞ വർഷം ഫിലിപ്സർ വന്നപ്പോൾ ഇവിടെ ഫിലിപ്സർ വന്ന് വണ്ടി സ്റ്റാർട്ടാവാൻ വന്നു. ഉടനെ 3 മണി 5 മണിയായിട്ട് പോയപ്പോൾ അപ്പോൾ അതേപോലെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത പക്ഷേ ആൾ കൂട്ടും വലിയ അതിൻ്റെ പരിപാടി വരുന്നു. എനിക്ക് പറയാനുള്ളത് ഷെനായ് സാറെ പറ്റിയാണ്. ഷെനായ് സാറ് എന്ന സമയം ഞാൻ വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. അന്ന് എൻ്റെ മകൻ പിന്നെ പഠിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ PTA പ്രസിഡൻ്റായിരുന്നു. ആ സമയത്ത് അവിടെ പഠിപ്പിക്കാൻ വേണ്ടി ആരെയും ജോലി വെച്ചു. അന്ന് ബേസിൽ നിന്നും ആളെ വിടാൻ പാടില്ല. ഞാൻ അഡീഷണൽ വിസ വാങ്ങി പ്രശ്നമാണ്. ഞാൻ ഷെനായ് ചോദിച്ചു. അന്ന് ആദ്യം ഫ്രീ ആയിട്ടാണ് സാർ പഠിക്കുന്നത്. പക്ഷേ ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഞങ്ങളെ ബാച്ചിലെ ആ ബാച്ചിലെ കുട്ടികൾക്ക് നല്ല മാർക്ക് പാസ് ആയി. അവൻ പറഞ്ഞത് അവന് IIM പോയപ്പോൾ സാർ ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ സാറ് കൊടുത്ത ക്ലാസ് IIM കൊടുത്തിട്ടുണ്ട്. നമ്മൾ IIM പോയി കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു കൂടായിരുന്നു. അപ്പോൾ സാറെ പോലത്തെ ഒരാൾ ഞങ്ങളെ FACൻ്റെ പോലത്തെ മെക്കാനിക്കൽ ഫീൽഡിലൂടെ നമുക്ക് അനുഗ്രഹം തന്നെയാണ്. അതിൽ എന്താ ആവശ്യം ചോദിക്കാനും അന്ന് തന്നെ പല സംശയങ്ങളും സാർക്ക് ചോദിക്കാറുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഞങ്ങളെ കഴിഞ്ഞ മറ്റേ മെക്കാനിക്കൽ ബാച്ചിൽ ആദ്യമേ സാർ കവാർ കൊടുക്കാൻ എനിക്കറിയാം സാറെ പറ്റി. സാർ എപ്പോഴും സാറിന് പോകുന്നുണ്ട്. അപ്പോൾ സാറിനെ പറ്റി എത്ര എന്നെ പഠിച്ചിരുന്നു അതിന് നമ്മൾ ആദ്യം കൊടുത്താണ്. പിന്നെ അത് വെച്ചപ്പോൾ കൂടി നമ്മൾ കൊടുത്തു. ഇതാണ് അംഗീകാരം. നമ്മളെ കൂടെയുള്ള ആൾക്കാരെ അംഗീകരിക്കുക. പിന്നെ ചെയ്യുന്നത് പോലെ വയസ്സായ ആൾക്കാർ വയ്യാത്ത ആൾക്കാർ പോയി കാണാനും അവരെ വിളിക്കാനുള്ള ഒരു ചിന്തയുണ്ടാവും. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഞങ്ങളിപ്പം ഈ അരവിന്ദ വീട്ടിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം പൈസ കൊടുക്കാൻ പോയത്. അപ്പോൾ അദ്ദേഹം കരുതുന്നതാണ് ഞങ്ങളെ കണ്ടപ്പോൾ കരുതുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് വേറെ ഒരു കമ്പനി ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. കാരണം ഈ വയസ്സായ കാലത്ത് പുള്ളിക്ക് എസ്റ്റിമേഷനെ കുറച്ച് ആൾക്കാരെ മനസ്സിലാവും. പക്ഷേ ഞങ്ങളെ കാട്ടി കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി പുള്ളിക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വിളികൾ ചോദിച്ചാൽ എന്താ ആഗ്രഹം ചോദിച്ചോണ്ടെങ്കിൽ എൻ്റെ മോനെ കാണും. ഞങ്ങൾ അവിടെ നിന്ന് പരിസ്ഥിതി എടുക്കും മോനെ ഞങ്ങൾ നിരന്തരം വിളിക്കുമായിരുന്നു പയ്യനെ. അവൻ ആന്ധ്രയിൽ വെറും 50 രൂപ ഡെയിലി വർക്ക് ചെയ്യാൻ വീടിന് വിട്ടു പോയതാണ്. സ്റ്റാൻഡ് വിട്ടാണ്. അയാൾ വൈഫിൻ്റെ ഫാമിലി എന്തോ പറഞ്ഞപ്പോൾ കാരണം ഈ അഡോപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ആ വീട് എഴുതി കൊടുക്കും. അത് നിയമം. അപ്പോൾ ആ പയ്യൻ്റെ പേരിൽ ആ വീട് എഴുതി വെച്ചു. അതിൻ്റെ വാശിക്ക് അവരെപ്പോഴും അവരെ കുടുംബാംഗങ്ങൾ ചുറ്റും താമസിക്കുന്നുണ്ട്. അവരിങ്ങനെ എപ്പോഴും അവനെ പറയായിരുന്നു ഈ അഡോപ്റ്റ് ചെയ്ത് നിന്ന എടുത്തതിൻ്റെ ബേസിൽ ഫ്രീ ആയിരിക്കും ഇങ്ങനെ പറയുമ്പോൾ അവൻ സ്റ്റാൻഡ് വിട്ട് പോയി. അവിടെ ഡെയിലി ഒരു ജോലി ബാലനാമത്ത് പോയിരുന്നു. നമുക്ക് വിജയനാണ് നമ്മളൊരു വിജയകുമാറാണ് ആ വീട് അറിയുന്നത്. നമ്മൾ കൂടെ പോയത്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളെ കണ്ടത്. അതുപോലെ ഞാൻ പറയുന്നത് നമ്മളെ വയസ്സായ ആൾക്കാർ വയ്യാത്ത ആൾക്കാർ പോയി കാണാൻ പറ്റുന്ന നമ്മൾ ബാബുവും ചെയ്യുന്നു കേട്ടോ. ആ ഗ്രൂപ്പിൽ ബാബു ഇടയ്ക്ക് പോകും. കോഴിക്കോട് കഴിഞ്ഞ ദിവസം പോയത്. അതേപോലെ നമുക്ക് പോകാൻ പറ്റും വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം അതാണ് നമുക്കെല്ലാം ഈ പഴയ ആൾക്കാരെ കാണുമ്പോഴുള്ള സന്തോഷം മനസ്സിലായി. ഇത് അരിയാസ് സാർ പറഞ്ഞ 2 ആഴ്ച സാർ ലീവ് എടുത്തപ്പോൾ നമുക്ക് വിഷമായിരുന്നു. എന്താ പറ്റിയത് സാറ് പറഞ്ഞില്ല. ഞങ്ങളെ കാണാൻ പോയത്. ആ സ്ഥിതിയിൽ കൂടി ആരും പറഞ്ഞിട്ടില്ല. അതാവരുത്. ഞാൻ നമുക്കെല്ലാം അസുഖം വരും. മനുഷ്യനാണ്, അസുഖം വരാതിരിക്കില്ല. പക്ഷെ അത് വന്ന് കാണുമ്പോൾ ആ കൂട്ടായ്മയും പഴയ കമ്പനിയുടെ കാര്യങ്ങൾ സിനർജിയൊക്കെ പഴയ കമ്പനിയുടെ കാര്യം അത് പറയാം. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. FACയിൽ നമ്മൾ ജീവിച്ച പോലെ ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയില്ല. നമ്മൾ ജീവിച്ച പോലെ ഒരു ആ സമയത്തുണ്ടായ കൂട്ടായ്മ ഒരിക്കലും ഉണ്ടാവും. FACയിൽ പല കൂട്ടായ്മയുണ്ട്. ഞാനിപ്പോൾ 2-3 കൂട്ടായ്മയിൽ ഞാനുണ്ട്. ഇത്രയും നല്ലൊരു ഭംഗിയായി നടക്കുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ്. കൊല്ലത്തിന് 2 പ്രാവശ്യം, മറ്റേത് 1 പ്രാവശ്യമുണ്ട്. സൊസൈറ്റിയുടെ മുകളിലാണ്. ഇതിന് ഭംഗിയായി നടക്കുന്ന കൂട്ടായ്മകൾ എല്ലാവരും വേണമെന്ന് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കരുത്. സമയമെടുത്ത് ഇപ്പോൾ ഞങ്ങളെല്ലാം ഇപ്പോൾ ഭാരത് തിരുവനന്തപുരത്താണ് വന്നത്. ഭാരൻ്റെ വൈഫിൻ്റെ ട്രാൻസ്ഫർ വേണം. ഈ മീറ്റിങ്ങിന് മാത്രം ഇന്നലെ വന്നിട്ടില്ല. അപ്പോൾ അതേപോലെ എല്ലാവരും ഇതിന് വരണം. ഇതിലേക്ക് അടക്കുകയാണ്. അധ്യക്ഷനായ ജഗത്ത് സാറിന് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ പറ്റി നന്ദി പറയുന്നു. അതിലുപരി ഈ വന്ന ആൾക്കാർക്കാണ്. പക്ഷേ ഇതിൻ്റെ വിജയം നിങ്ങളാണ്. ഇത് ഫാമിലീസ് വന്നത് അതെല്ലാം വിജയം. ആ വിജയം ഇനിയൊരു കൂട്ടായ്മ ഉണ്ടാവണം. അടുത്ത ഫോട്ടോ എടുപ്പാണ്. ആ ഫോട്ടോ എടുപ്പാണ് അതൊരു വലിയ ചടങ്ങ്. ഡേറ്റ് അനൗൺസ് ചെയ്തില്ല.
ഞാൻ അവിടെ അപ്പോൾ പിന്നെ അടുത്ത ഡേറ്റ് ഇപ്പോഴേ നിങ്ങളെല്ലാം മനസ്സിലുണ്ടാവണം. നമ്മൾ അജാസത്ത് പറഞ്ഞു, ഇനി നമ്മളെ ഗ്രൂപ്പിൽ ആ ഡേറ്റ് എപ്പോഴും പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് മറക്കില്ല. അപ്പോൾ അടുത്ത കൂട്ടായ്മ നിങ്ങളെല്ലാവരും ഉണ്ടാവും. ഒരിക്കൽ കൂടി എല്ലാവരും ഈ അമലബേഡ് ഹൗസ് അനുവദിച്ചു വന്ന അമൽ ഹൗസ് നമ്മളെ എഴുതി വിശ്വാസിന് പ്രത്യേകം നന്ദിയുണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊന്നും കിട്ടില്ലല്ലോ, വിശ്വനാഥന് ആണ് ഇതിനു വേണ്ടി ചെയ്തത്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദിയുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പാട്ടുപാടും ഈ പരിപാടി ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി കുറച്ചാൾക്ക് വായന കാണാം. അത് ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷം നല്ല ഒരു സമൃദ്ധമായ ഭക്ഷണം എല്ലാം കഴിയണം. കഴിച്ച അടുത്ത കൂട്ടായ്മ എല്ലാവർക്കും അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.